ഒരു ഡോക്ടറിൽ വിശ്വാസം ഉണ്ടെങ്കിലല്ലേ രോഗി മരുന്ന് കഴിക്കുള്ളൂ, അല്ലേ? ഡോക്ടറിൽ വിശ്വാസം ഇല്ലെങ്കിൽ രോഗി മരുന്ന് കഴിക്കുമോ? ഈ ഡോക്ടറെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരല്ലേ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ. നമ്മ ഈ മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ, കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മരുന്ന് നമ്മൾ കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ ബഹുമാനികളെ നമ്മൾ ഈ ഡോക്ടറുമായിട്ടുള്ള ബന്ധം എന്താ? സഹോദരന്മാരെ, ഈ ഡോക്ടർ മരുന്ന് തന്ന രംഗം ഏതാണെന്നറിയോ? അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. ഈ ഡോക്ടർ മരുന്ന് തരുമ്പോൾ ഈ ഡോക്ടർ വേദന അനുഭവിക്കുകയാണ്. ഇതാണ് ഇതിന്റെ വ്യത്യാസം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോ ഡോക്ടർക്ക് അസുഖം ഉണ്ടാവോ? നിങ്ങളുടെ കയ്യിൽ ഒരു കുരു അതിങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. നിങ്ങളിങ്ങനെ ഡോക്ടറെ അടുത്തേക്ക് ഇരിക്കടോ, എന്താ? സാറേ, കയ്യേൽ ഒരു കുരു ഉണ്ടായിട്ട് അതിങ്ങനെ നീരായിട്ട് പഴുത്ത്. എവിടെ നീങ്ങിയിരുന്നേന്ന് വെച്ചിട്ട് എവിടെയെന്ന് വെച്ചിട്ട് അയാൾ എന്ത് ചെയ്യുന്നറിഞ്ഞോ? ഫസ്റ്റിൽ ആ കുരുവെ പഴിച്ചിട്ട് ഭയങ്കര വേദന സാറേ. സാർ എന്തൊട്ട് ഞെക്കാനൊക്കെ. ഞാൻ ചോദിക്കട്ടെ, അയാളുടെ മേത്ത് കുരുവുണ്ടെങ്കിൽ അയാൾ ഞെക്കുവോ? അയാൾ ഞെക്കൂല. ഡോക്ടർ നമ്മളെ ഞെക്കും. എന്താ ഞാൻ എലിനായിട്ട് പൂച്ചായിട്ട് കളിപ്പിക്കണ മാതിരി. ഡോക്ടറാണ് ഞെക്കണേ, അയാൾക്ക് വേദന കൊണ്ട് ഞെക്കൂല. ഇവിടെ ബഹുമാനികളെ, ഡോക്ടർ നമുക്ക് മരുന്ന് തരുമ്പോൾ, ഡോക്ടർ നമ്മൾ ചികിത്സിക്കുമ്പോൾ ഡോക്ടർക്ക് അസൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇതിന്റെ വ്യത്യാസം. ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് കാര്യം മനസ്സിലായി. വേദന എന്താന്ന് മനസ്സിലായി, അത് സക്കറാത്താണ്. മരുന്ന് തരുന്ന വ്യക്തി ആരാണെന്ന് മനസ്സിലായി, ഡോക്ടർ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹിയാണ്. മനസ്സിലായി. ഇനി മരുന്ന് അറിയേണ്ടതുള്ളൂ. ഈ മരുന്ന് ഡോക്ടർ തന്ന ശൈലി കേട്ടോട്ടോ, അപ്പോഴാണ് ആ മരുന്നുകളിലേക്ക് അങ്ങോട്ട് എത്തുള്ളൂ. ഡോക്ടർ മരുന്ന് തന്നത് ഏത് സമയത്താ? ഡോക്ടർക്ക് വേദന ഉള്ളപ്പോഴാണ്. ഡോക്ടർക്ക് സക്കറാത്തിന് അല്ലാഹു തആല കാരണമാക്കിയത് കടുത്ത പനിയായിരുന്നു. ബഹുമാനികളെ, റസൂലുള്ളാഹിന്റെ വഫാത്തിന് കാരണമാക്കപ്പെട്ട രോഗം പനിയായിരുന്നു. റഹ്മാനായ റബ്ബ് നമ്മളെ പരിപാലിക്കുന്നവർക്ക് അറപ്പോ വെറുപ്പോ പകർച്ചയോ സംഭവിക്കാവുന്ന രോഗങ്ങളെ കൊണ്ടൊന്നും അല്ലാഹുവേ ഞങ്ങളുടെ ആരുടെയും അന്ത്യം ആക്കാതെ കാത്തുരക്ഷിക്കണേ പടച്ചോമ്പുരാനെ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാ ബഹുമാനികളെ? പകർച്ചവ്യാധിയെ വെടിവെട്ടിരിക്കുന്നത് പരിപാലിക്കാണ്ടിരിക്കാൻ പറ്റുമോ? അല്ലാഹുവേ, കിടന്നോടത്ത് കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളെ ആരെയും എത്തിക്കാതെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. എപ്പോഴും ദുആ. ഇവിടെ ഡോക്ടർക്ക് സക്രാത്തിന് കാരണമാക്കപ്പെട്ട രോഗം പനി. തലയ്ക്കും ഭാഗത്തിരിക്കുകയാണ് പൊന്നോമന മോള് സയ്യിദത്തുനാ ബീവി ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു തആല അൻഹാ. നെറ്റിയിൽ ഇങ്ങനെ തുണി വെച്ചിട്ടുണ്ട്. ആ തുണിയിലേക്ക് വെള്ളം ഇറ്റിച്ചോണ്ടിരിക്കുകയാണ്. പനി കടുപ്പം. 10-25 കൊല്ലം മുമ്പൊക്കെ പനി വന്നു കഴിഞ്ഞാൽ കൊച്ചിന്റെ മേത്ത് വെള്ളം തൊടിയിക്കൂല, കൊച്ചിന്റെ മേത്ത് വെള്ളം ചാടിക്കില്ല, പനിയാന്ന് പറയും. ഇപ്പൊ പനി വന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞാൽ ഐസും കട്ടെടുത്ത് തലയിൽ നെറ്റിയിലും വെക്കും. ഇതാ അന്ന് അവിടെ ആ ചെറിയ കൊച്ചു മുറിയിൽ വെച്ച് സംഭവിച്ചു. ഇതാ കണ്ടാ, നെറ്റിയിലേക്ക് തുണി വെച്ചിട്ട് തുണിയിലേക്ക് വെള്ളം ഇറ്റിക്കുക. വെള്ളം വേഗം പറ്റി പോവാ. കടുത്ത പനി. ഇങ്ങനെ കിടക്കുന്നതായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ കവാടത്തില് ചറ്റപ്പുരയുടെ വാതിലിന്റെ മറവിൽ നിന്നൊരു സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അടുത്തിരിക്കുന്ന പരിചരിക്കാനിരിക്കുന്ന പൊന്നുമോളോട് നബി തങ്ങൾ ചോദിക്കുന്നു, മൻഫിൽ ബാബി യാ ഫാത്തിമ. മോളെ, ആരാ വാതിൽക്ക് വന്ന് സലാം ചൊല്ലിയത്? ഹാദാ സായിറുൻ യാബി. ഉപ്പാനെ കാണാൻ വേണ്ടി വന്ന ഏതോ സന്ദർശകനാണ് റസൂലുള്ളാഹ്. വാതിൽക്കൊന്നൊരു സലാം കേട്ടില്ല. ആരാ? അതാരോ രോഗം കാണാൻ വേണ്ടി വന്ന ആളാണ് നബിയെ. മകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു, പൊന്നുമോളെ, ആ വന്ന് സലാം ചൊല്ലിയത് സന്ദർശകനല്ല, ഹാദാ ഹാദിമുൽ ലദ്ദാത്ത് വമുയത്തിമുൽ ബനീന വൽ ബനാത്ത് വമുഫർരിഖുൽ ജമാഅത്ത്. എല്ലാ സുഖങ്ങളെയും രസങ്ങളെയും മുറിച്ചു കളയുന്ന, പൊന്നോമനകളെ അനാഥകളാക്കുന്ന, ഇണയെ ഒറ്റപ്പെടുത്തുന്ന, കൂട്ടുകാരിൽ നിന്നും കൂട്ടുകാരെ പിടിച്ചു മാറ്റുന്ന ബഹുമാനപ്പെട്ട മുഖറബായ മലക്കുൽ മൗത്ത് അസ്റായീൽ. അതാണ് ആ വന്ന് സലാം ചൊല്ലിയത്. മോളെ പരിചയപ്പെടുത്തി കൊടുത്തു. അന്ന് സലാം ചൊല്ലിയത് മുഖറബായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം. സുഖങ്ങളെ മുറിച്ചു കളയുന്ന, നമ്മളെല്ലാം സുഖിക്കാൻ വേണ്ടിയോ മാനുകളെ ഈ പണിയൊക്കെ ചെയ്യുന്നത്. എല്ലാ സുഖത്തിനും സന്തോഷത്തിനുമാണ്.
ഈ സുഖ സൗകര്യങ്ങളിലെല്ലാം നമ്മൾ മാറ്റിയെടുക്കുന്നത് നമ്മുടെ അനുവാദത്തോടെ അല്ല. അസുബഹ മാലൂക്കൽ മജ്മൂഉന ഹബാ വറുത്തീല ബഅദകൽ ഖസറൽ മസീദു സാറബനുക അയതാമൻ സിഗാറാ വഅനകർസകൽ ബഅലുൽ ജദീദു. സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തുകളെല്ലാം നിന്നിൽ നിന്ന് കൊള്ളയടിക്കുകയാണ്. നിന്റെ സമ്പത്തും സൗകര്യങ്ങളും എല്ലാം നിന്നിൽ നിന്ന് പിടിച്ചു മാറ്റുകയാണ്. പണിതുണ്ടാക്കിയ വീടിൽ നിന്റെ ഇറക്കുക, ബാങ്കിന്റെ പിന്നെ അക്കൗണ്ട് ബുക്കും റെക്കോർഡുകളും എല്ലാം നിന്നിട്ട് പിടിച്ചു മാറ്റുകയാണ്. ഷെയ്ഫിന്റെ താക്കോലെല്ലാം നിന്നിട്ട് എടുത്ത് വേറെ അവകാശിലേക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇതെല്ലാം നിന്നിൽ നിന്ന് പിടിച്ചു മാറ്റിയിട്ട് വെറും 3 കഷ്ണം തുണി, പോളിസ്റ്ററിന്റെ ഇട്ടണമെന്ന് പറഞ്ഞാൽ നടക്കൂല, കോറ തുണി ഇട്ടുള്ളൂ. 3 കഷ്ണം തുണി, തുറക്കപ്പെട്ട ദ്വാരങ്ങൾ ഏതൊക്കെയുണ്ടോ അവിടെ എല്ലാം കുറെ പഞ്ഞികൾ വെച്ചടയ്ക്കും. ഈ നിലക്ക് നിന്നെ നാട് കടത്തുന്നു. നസബഹ മാലൂക്കൽ മജ്മൂഉന ഹബാ വറുത്തീല ബഅദകൽ ഖസറുൽ മസീദു. ഗൾഫിലേക്ക് പോയാലേ പൊട്ടിക്കരയിലുണ്ട്, കെട്ടിപ്പിടിക്കലുണ്ട്, വിഷമിപ്പിക്കലുണ്ട്, വിഷമിക്കലുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും അല്ലാഹ് ഒരു കൊല്ലം എത്തുമ്പോൾ തിരിച്ചു വരുമല്ലോ തമ്പുരാനെ. അതല്ല ഒരിക്കലും തിരിച്ചു വരാത്ത നാട് കടത്തല്. ഇതാണ് ആ വന്നേക്കണ സാധനമെന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. എല്ലാ സുഖത്തിൽ നിന്നും രസത്തിൽ നിന്നും നിന്നെ പിടിച്ചു മാറ്റുന്ന മുഖറബായ മലക്കുൽ മൗത്ത് അസ്റായീൽ. ഹദാ ഹാദിമുൽ ലദ്ദാത്ത്. എല്ലാ സുഖ സൗകര്യങ്ങളിൽ നിന്നും പിടിച്ചു മാറ്റും. അടുത്തേക്ക് ബഹുമാനികളെ, അടുത്തേക്ക്. കുല്ലും റിഇമ്മു സബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകിൽ ഇൽഹി. എല്ലാ മനുഷ്യരായിട്ടും മലക്കുൽ മൗത്ത് അടുത്താണ്. ഏതുപോലെ കാലിലിട്ടിരിക്കുന്ന ചെരുപ്പിന്റെ വള്ളി കാലിലേക്ക് ചേർന്നിരിക്കുന്നത് പോലെ എത്രമാത്രം അടുപ്പമാണ് മലക്കുൽ മൗത്ത് അസ്റായീൽ. അല്ലാഹു നമ്മുടെ എല്ലാം അന്ത്യം നന്നാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ചതിലേക്കൊന്നും കാര്യങ്ങൾ എത്തൂല. لغير بلاغه لمن يجمع الدنيا وأنت تموت. എടാ നാളെ മരിക്കാൻ പോണ നീ എന്തിനാടാ മറ്റന്നാളത്തെ കാര്യം പറഞ്ഞ് ആലോചിക്കുന്നത്? നാളെ നീ മയ്യത്താകാൻ പോവാ. മറ്റന്നാളത്തേക്കുള്ളതാണ് നീ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഈ പാടുപെടുന്നത്. ഇതൊക്കെ ബുദ്ധിയുള്ള ആൾക്കാർ പറഞ്ഞ വർത്താനങ്ങളാ ബഹുമാനികൾ. നമ്മൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ഈ സുഖങ്ങളെ മുറിച്ചു കളയുന്ന ആ ഭയാനകമായ രംഗത്തെ സംബന്ധിച്ചുള്ള ചിന്ത വർദ്ധിപ്പിക്കുന്നവരാ ബുദ്ധിയുള്ളവര്. അതാണ് വിത്തകൾ. നമുക്ക് ആർക്കുണ്ട് ഈ ഒരു ആലോചന? നിന്ന് വലിയ വർത്താനം പറഞ്ഞ എനിക്കുണ്ടോ ബഹുമാനികളെ? അല്ല, ഞാനിതിങ്ങനെ പറയണമെന്ന് മാത്രമേ. അത് ഈ തൊലിയുടെ പുറത്തിരുന്ന് ഇങ്ങനെ ഓടുക, ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കൊന്നുമില്ല. ഞാൻ ഇവരെ പറ്റി പറഞ്ഞാലേ മരിക്കുന്നു. യുവമാരൊക്കെ മരിച്ചോണേ അതികളാണ്. ഇങ്ങോട്ട് കയറുന്നില്ല. ഇതെപ്പോഴാ കയറണമെന്നറിയോ? കയറുന്നത് ഇവിടെ അങ്ങനെ എത്തുമ്പോൾ പറയാ ഈ തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് അങ്ങോട്ട് എത്തിയാൽ പടച്ചവനെ ഞാനും മരിക്കുകയാണല്ലോ അല്ലാ ഒന്ന് ചിന്തിച്ചു നോക്കേ. കാഴത്തേക്ക് മൊത്തം നിശ്ചലമായി ഇവിടെ അങ്ങോട്ട് എത്തിയപ്പോൾ പടച്ചവൻ പറയാനെ കാലാനങ്ങളില്ലോ അല്ലാ, എന്റെ കൈയണങ്ങളില്ലല്ലോ പടച്ചവനെ, അല്ലാഹുവേ പറയാൻ എന്റെ നാക്ക് അനുവദിക്കണില്ലോ അല്ലാ, ഞാൻ മരിക്കുകയാണല്ലോ റബ്ബേ. ചിന്തിച്ചു നോക്കിയ ആ രംഗം എത്തുമ്പോ നമ്മുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആ രംഗം എത്തുമ്പോ നന്നായിട്ടേ മരിക്കാവുള്ളൂ. മനസ്സിലായോ? അല്ലാഹുവേ അനങ്ങൂല ബഹുമാനികളെ, ചലിക്കൂല. ഹൃദയത്തിന് അനക്കം പോരാ. ശ്രദ്ധിച്ചോ. ഞാൻ ഈ മരുന്നിലേക്ക് മടങ്ങുക. ഇങ്ങോട്ട് പോരെ. എന്താ എല്ലാരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. എന്താ പറഞ്ഞു വന്നത്? ഈ വൈദ്യൻ മരുന്ന് തന്നെ ആ രംഗം. അപ്പൊ ആ വന്ന് നിൽക്കുന്ന ആളും കൂടി കയറി വന്നിട്ടില്ല. അവിടെ നിന്ന് വലൈക്കും സലാം എന്ന് പറഞ്ഞാലേ കയറുള്ളൂ. അതിനിടയ്ക്ക് മോളെ പരിചയപ്പെടുത്തി കൊടുക്കുക. സുഖങ്ങളെ മുറിച്ചു കളയുന്നതാണ്. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. സക്രാത്ത് നിങ്ങൾക്ക് വരുമെങ്കിൽ ഈ മരുന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്താ പറഞ്ഞു വന്നത്? മക്കളെ അനാഥകളാക്കി കളയുന്ന മലക്കാണ് വന്നിരിക്കുന്നത്. മോളെ ഇന്ന് പറയും, ഓ പോണു സൈതാലിയുടെ വച്ചാണല്ലോ പഠിച്ചോന്.
ആ കൊണ്ടത് ഷെഫിയാടെ വച്ചാണല്ലോ അല്ല. നാളെ പറയുന്ന റബ്ബേ അനാഥയായ കുഞ്ഞാണല്ലോ റബ്ബേ, നാളെ നിന്റെ ഭർത്താവിന്റെ കൂടെ മറ്റൊരു പെണ്ണ് വന്ന് കിടക്കാൻ പോകുന്നു മോളെ, നിന്റെ ഭാര്യയുടെ കൂട്ടത്തിൽ വേറൊരു പുതിയ ആപ്പിള വരാൻ പോകുന്നു മോനെ. ഇതൊന്നും നീ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ അവിടെ സംഭവിക്കാൻ പോണ സത്യമായി പറഞ്ഞേ. അല്ലാണ്ട് നീ മരിച്ചു കഴിഞ്ഞാൽ മരിക്കണവരെ ആ പെണ്ണ് ഒറ്റയ്ക്ക് വയ്ക്കൊന്നുമില്ല, ആ പെണ്ണ് വേറെ ഇറക്കണ ഉണ്ടായി കൊടുക്കും. നീ മരിച്ചു കഴിഞ്ഞാൽ നീ ചുമ്മാ ധരിക്കണതാ, അവൻ വേറെ പെണ്ണ് കിട്ടൂലെന്ന്. നിന്നെ അടക്കിയിട്ട് പടവങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബ്രോക്കർ വളകാലം കാലം മുന്നോട്ട് വെച്ചോണ്ട് അടുത്തേക്ക് സലാം. പിന്നെ എന്തിയാ മൂഞ്ഞാക്കാന്ന് ചോദിക്കണതിൻ്റെ അപ്പൊ കൊണ്ടുപോയി അടക്കിയിട്ട് വന്നിട്ടില്ലേ? അല്ല, ഞാൻ അത് തന്നെ ചോദിക്കണതേ. അല്ല എൻ്റെ നീ അതേ നമുക്ക് ആ തൃക്കാക്കരയിലേ 18 വയസ്സ് തികഞ്ഞിട്ടുള്ളൂ. നീ ഒരു പണി, ഞാനൊരു 9 അടിയന്തരം കഴിക്കാമെന്ന് ഓർത്തായിരുന്നത്, അത് നമുക്കൊരു 7 നീ അവിടെ ചെന്നിട്ട് അതൊന്ന് കൊളത്തിയിട്ടേ ആരും കൊണ്ടുപോകാണ്ടിരിക്കാൻ. മറ്റതങ്ങനെയല്ല, മറ്റത് ഈ ആ ഇദ്ദയുടെ കാലാവധി കഴിയുന്നിടത്തേക്ക് പിടിച്ചു വയ്ക്കും. ഇതങ്ങനെയല്ല, ഇത് അടക്കിയിട്ട് കണ്ണ് താഴെ വീണതിന് മുമ്പ് വേറെ ആൾ എത്തിക്കഴിഞ്ഞു. മക്കൾ അനാഥകളായി ഇണയുടെ കൂട്ടത്തിൽ മറ്റ് ഇണ വന്നുകൂടി. അതാണ് മക്കളെ അനാഥകളാക്കി കളയുന്ന ഒറ്റയ്ക്ക് നീ എങ്ങും പോകില്ലായിരുന്നല്ലോ അല്ലേ, ഒറ്റയ്ക്ക് കിടക്കൂലായിരുന്നല്ലോ. എന്റെ ഒരു സുഹൃത്ത് മരിച്ചുപോയി, മേക്കാലടി പരീതുള്ള ഹാജി. ഓ അള്ളാഹുവേ, ഇവിടെ ബഹുമാനപ്പെട്ട ഹുസൈനാജി ഇരിക്കുന്നുണ്ട്, ഹബീബാജി ഇരിക്കുന്നുണ്ട്, അതുപോലെ കുഞ്ഞോമാജി ഇരിപ്പുണ്ട്. ഇവർക്കൊക്കെ അറിയാവുന്ന ആളായിരുന്നു, ഇവരുടെയൊക്കെ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്ത ആളാ. പരീതുള്ള ഹാജി മേക്കാലടി ജുമാഅത്ത് പള്ളിയുടെ നേരെ മുമ്പിൽ ഈ ഹുസൈനാജിനെ പോലെ, ഈ സൈഫു ഹാജിനെ പോലെ, ഈ ഹബീബാജിനെ പോലെയൊക്കെ നമുക്ക് വലിയ ആത്മാർത്ഥതയുള്ള ഈ സാലിയാജീനെ പോലെയൊക്കെ നമ്മളോട് വലിയ സ്നേഹവും ഇഷ്ടവും താല്പര്യമൊക്കെ ഉള്ള ഒരു ഹാജിയായിരുന്നു ഈ പറഞ്ഞ ഹാജി, വലിയുള്ള ഹാജി. അള്ളാഹുവേ, കഴിഞ്ഞ ഡിസംബർ 31 സഹോദരിമാരെ സുബഹിക്ക് മേക്കാലടി പള്ളിയിൽ നിസ്കരിക്കാൻ പോയ ആളാ. നിങ്ങൾ മനസ്സിലാക്കണേ കേട്ടോ, സുബഹിക്ക് മേക്കാലടി പള്ളിയിൽ നിസ്കരിക്കാൻ പോയ ആള്. ഞാൻ വടക്കോട്ടൊരു യാത്രയിൽ 10:30 ഞാനുമായിട്ട് ഫോണിൽ ഒരു 15 മിനിറ്റ് സംസാരിക്കുന്നു. 12 മണിയായപ്പോ എന്റെ മോൻ മൻസൂറിനെ വിളിക്കാണ്. എടാ മൻസൂറെ, നീ ഒന്ന് വേഗം വാടാ, എന്ത് നെഞ്ചിനൊരു വല്ലാത്ത വേദന, ഞാൻ ഇപ്പൊ വരാം ആജിയാരെ. ഫോൺ താഴെ വെച്ചിട്ട് മൻസൂർ അവിടെ മേക്കാലടിയിൽ പരിയുള്ളാജിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ആള് മയ്യത്തായി. സുബഹിക്ക് മേക്കാലടി പള്ളിയിൽ നിസ്കരിച്ചെങ്കിൽ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് മേക്കാലടി പള്ളിയിൽ ജനാസ നമസ്കാരം നടന്നു. ഇദാ അസ്ബഹത ഫലാ തന്തലുറുൽ മസാ. സുബഹിക്ക് നിങ്ങൾ സൂര്യൻ ഉദിക്കുന്നത് നിങ്ങൾ രാവിലെ കണ്ടാൽ വൈകുന്നേരത്തെ സൂര്യാസ്തമയം കാണാമെന്ന് പ്രതീക്ഷിക്കണ്ട. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ, മരണം ഉറപ്പാ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കല്ലേ. ഞാൻ പറഞ്ഞു വന്ന ബഹുമാനികളെ, ഒറ്റയ്ക്കെങ്ങും പോവില്ലായിരുന്നല്ലോ. ഈ പരിയുള്ളാജിയുടെ ആ കാര്യം അപ്പൊ എനിക്കിത് ഇതിനകത്ത് മറന്നുപോവില്ല. അള്ളാഹുവേ, മേക്കാലടി പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് മനോഹരമായ ഖബറിടത്തിൽ കിടക്കുന്ന ആ സാധു കിടക്കുന്ന ഇടം റബ്ബേ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ പടച്ചതമ്പുരാനേ. അങ്കമാലി പള്ളിയിൽ സഹോദരിമാര് നിസ്കരിക്കുന്ന ഭാഗം ഫരീദുള്ള ഹാജിയുടെയും അദ്ദേഹത്തിന്റെ അളിയന്റെയും മാത്രം, വേറെ ആരുടെയും ഒരു പൈസയില്ല. അള്ളാഹുവേ, ജാരിയായ സദഖയാക്കി അവിടെ നടക്കുന്ന എല്ലാ സുജൂദിന്റെയും കൂലി ആ പാവപ്പെട്ടവന് കിട്ടാൻ ഉപകരിക്കുന്ന നന്മയാക്കടേ പടച്ചവനെ. ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോ ഒന്ന് മനസ്സുകൊണ്ടൊന്ന് കരുതേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണോ ഞാൻ പോണേന്ന്. മരിച്ചിട്ടല്ല, ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കാർക്കും ബാധകാവുന്ന കേസല്ല ഈ പറയണത്. അത് കുറച്ച് ആൾക്കാർ പെട്ടതാണ് പരിയുള്ള ഹാജി, ആവുമ്പോ മരിക്കാമെന്ന് പറയും. ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ, ഈ പരീതുള്ള ഹാജി ബാത്റൂമിലേക്ക് കയറിയിരുന്നാൽ അകത്തൊന്ന് കുറ്റിയിടൂല. കാരണം എന്താ, അദ്ദേഹത്തിന് പേടിയാണ്. മൂത്രമൊഴിക്കാനോ മലവിസർജനം ചെയ്യാനോ ടോയ്ലറ്റിന്റെ ഉള്ളിലേക്ക് കയറിയിരുന്നാൽ അകത്തുനിന്ന് കുറ്റിയിടൂല. എന്തേ? അകത്തുനിന്ന് കുറ്റിയിട്ടാൽ അദ്ദേഹത്തിന് ഭയമാണ്. ഇത്രമാത്രം പേടിച്ചവനെ ഇന്നൽ ഹബീബ മിനൽ അഹബാബി മുഖതലസുൻ ലാ യംനഉൽ മൗതബ വബും വലാ ഹറസു. എത്ര സുരക്ഷ നീ ഉണ്ടാക്കിയാലും, ഏതെല്ലാം കേന്ദ്രത്തിൽ നീ ഒളിച്ചാലും, എന്തെല്ലാം സംവിധാനങ്ങൾ നീ സംവിധാനിച്ചാലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മുഖറബായ മലക്ക് ജിബ്രീൽ
നിന്നെ കീഴ്പ്പെടുത്തും. അങ്ങനെയുള്ള പടപ്പാ മോളെയാ വന്നിരിക്കുന്നത്. ഇങ്ങനെ 3 എണ്ണം പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ് കേറി വന്നു. മലക്ക് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കേറി വന്ന് ചോദിച്ചു, സായിറൻ അം ഖാബിലൻ യാ അസ്റായിൽ, സന്ദർശനമാണോ അതല്ല റൂഹ് പിടിക്കലാണോ ലക്ഷ്യം? മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കലാണ് ലക്ഷ്യം. അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ ഞാൻ ആരെയും സന്ദർശിക്കാറില്ല. അവിടുന്ന് തൃപ്തിപ്പെട്ടാൽ അവിടത്തെ ആത്മാവിനെ ഭയം വളരെ മയമായ നിലയ്ക്ക് ഊരിയെടുക്കാൻ പടച്ചതമ്പുരാൻ എന്നെ പറഞ്ഞയച്ചതാണ് റസൂലുള്ളാഹ്. പൊന്നാരബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യം ചെയ്തിട്ടൊരു കാര്യം പറഞ്ഞു. നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മരുന്ന് തന്നിട്ടേ പോവുള്ളൂ, 2 മണിക്കൂർ കൊണ്ട് പരിപാടി നിർത്തും. സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വർത്താനം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി ലയൻഖുദനൽ ഇസ്ലാമു ഉർവതൻ ഉർവ. പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ദീനി സംസ്കാരത്തിൽ നിന്ന് സമുദായം ഘട്ടം ഘട്ടമായി പിന്നോട്ട് പോകും. ഹത്താ ലാ യുഖാലു അല്ലാഹ് എന്ന് പറഞ്ഞാൽ ദീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഘട്ടം 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 ഘട്ടമായിട്ട്. എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സെക്രട്ടറി ഇവിടെ ക്ഷമ പറഞ്ഞതുപോലെ പാവം അതേ ക്ഷമ പറഞ്ഞില്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതൊക്കെ ഇച്ചിരി അധികം പറ്റേക്കും, അങ്ങനെയൊന്നും പറയണ്ട. ഘട്ടം ഘട്ടമായിട്ട് ഇസ്ലാം പോകുമെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ 59ാമത്തെ വയസ്സിലാണ് ഞാൻ നടക്കുന്നത്. 59 എനിക്ക് ഈ കാര്യങ്ങൾ തിരിച്ചറിയാൻ ഉള്ള പ്രായം എത്ര വർഷമായിട്ടുണ്ടാവും? ഒരു 15 വയസ്സ് എൻ്റെ കൂടെ കള എന്ന് പറഞ്ഞാൽ അത് ഒരു പക്വത വരുന്നതിന് മുമ്പുള്ള പ്രായമാണ്. ഒരു 45 കൊല്ലായില്ലേ ഞാനിവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട്. 45 കൊല്ലം മുമ്പ് ഈ സമുദായം ഹറാമാണെന്ന് പറഞ്ഞത് ഇന്ന് ഈ സമുദായത്തിന് ഫർളാണ്. ശ്രദ്ധിച്ചോട്ടോ എല്ലാവരും. 45 കൊല്ലം മുമ്പ് ഇവിടെ ഇരിക്കുന്ന കാരണന്മാർ പറഞ്ഞു അത് ഹറാമാ ഹറാമാ. ഇവിടുത്തെ ഉസ്താദന്മാർ പറഞ്ഞു അത് ഹറാമാ ഹറാമാ. ഇപ്പൊ കാരണന്മാരും ഉസ്താദന്മാരും ഒക്കെ പറയുന്നു അത് നമുക്ക് ഫർളാ ഫർളാ ഫർളാ. ഞാൻ പറഞ്ഞു തരട്ടെ എന്താന്ന്. ഒരു ഉദാഹരണം. ഒരു 45 കൊല്ലം മുമ്പ് ഒരു നിക്കാഹിന്റെ മജ്ലിസില് ഉസ്താദ് അടക്കമുള്ളവർ ഇരിക്കുമ്പോഴേ ഒരു ക്യാമറയും കൊണ്ട് ആരെങ്കിലും വന്നാൽ ഉസ്താദ് ചാടണ ചാട്ടം കാണണം, കാരണന്മാർ ഓടണ ഓട്ടം കാണണം, ഈ ക്യാമറ പോണ പോക്ക് കാണണം. 45 കൊല്ലം മുമ്പ് ഒരു സ്ഥലത്തൊരു സംഭവം ഉണ്ടായി. സ്ഥലം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ അബ്ദുൽക്കാർ ഇവിടെ ഒരു കെണി ഉണ്ടാക്കി വെച്ചേക്കും. ഞാനിവിടെ ഇറങ്ങിട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞുതരാം. ഒരു സ്ഥലത്ത് ഖത്തീബ് പറഞ്ഞു എന്റെ ഫോട്ടോ എടുക്കാൻ പാടില്ല. ഈ ക്യാമറാമാന് ദേഷ്യം വന്നിട്ട് അവൻ ഇങ്ങനെ പിടിച്ചു ഇയാളുടെ 2-3 അപ്പൊ ഇയാൾ ചെയ്ത പടി എന്താണെന്നറിയാം? ഇതേ ഇങ്ങനെ അങ്ങോട്ട് തുണിയിട്ട് കഴിഞ്ഞപ്പോ അത് പിടിച്ചു. എന്നിട്ട് ഇതേ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ കാക്ക ഇങ്ങനെ കാലുമ്മേ കസേരയിലൊക്കെ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കിടന്നിട്ട് ഈ പടം പിടിച്ചതെല്ലാം കൂടെ ഒരു പുസ്തകമാക്കി കൊണ്ടുവന്ന് കാക്കയുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. എന്നിട്ട് കാക്കാനെ ഇങ്ങനെ മറിച്ച് കാണിക്കുമ്പോണ്ടാ മുഖത്ത് തുണിയിട്ടുണ്ട്. ഇതെന്താണ് മോനെ? തീവ്രവാദി? ഇത് തീവ്രവാദി അല്ല അപ്പ പിന്നെ ഖത്തീബ് ഉസ്താദ് കാണിച്ചങ്ങനെ പോലെ എന്താ ഫോട്ടോ എടുക്കണവനോട് ചൂടായി. അപ്പൊ അവൻ പോകാണ്ടായി കഴിഞ്ഞപ്പോ അയാൾ ചെയ്തേക്കണം പണിയത്. അപ്പൊ തന്നെ ബന്ധുക്കാരന് ഫോൺ ചെയ്തു. ബന്ധുക്കാരൻ പള്ളിയുടെ പ്രസിഡന്റാ. പിറ്റേ വെള്ളിയാഴ്ച ഖത്തീബിനോട് പിരിച്ചു വിട്ടു. ആ ഖത്തീബ് ഇപ്പോഴും ദുനിയാവിൽ ഹയാത്തോടെ ഇട്ടിട്ട് അയാൾ മരിച്ചിട്ടില്ല. പള്ളി ഏതാന്ന് ഇവിടുന്ന് ഇറങ്ങുമ്പോ ചോദിക്കുക, ഖത്തീബ് ഏതാന്ന് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. ഇത്രമാത്രം ഗൗരവം അന്നുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ എവിടെ എത്തി? ഹജ്ജിന് പോകാൻ ഫോട്ടോ എടുക്കണമല്ലോ ഉസ്താദ്. അതിന്റെ വിധി എന്താ? രാവിലെ ചെന്ന് ചോദിക്കുമ്പോ ഉസ്താദ് പറയും വൈകുന്നേരം വാ ഞാൻ കിതാബ് നോക്കട്ടെ. ഒറ്റയടിക്ക് ഹലാലാന്ന് പറയണില്ല. അപ്പൊ പറയും വൈകുന്നേരം വരുമ്പോ പറയും നിങ്ങൾ നാളെ വാ ഞാൻ ഒന്നോടെ നോക്കട്ടെ. പിറ്റേന്ന് ചെല്ലുമ്പോ പറയും ഇത്രയല്ല എടുക്കണുള്ളൂ. അതെ, അതിന്റെ ആവശ്യം കഴിയുമ്പോ അത് കീറിക്കളയണം കേട്ടോ. അങ്ങനെ പോയി എടുക്ക്, അല്ലാണ്ട് ഇപ്പൊ നിവൃത്തിയില്ലല്ലോ. ഈ നിലയ്ക്ക് ഫോട്ടോയിനെ കൈകാര്യം ചെയ്തവരാണ് നമ്മുടെ മുൻഗാമികളെങ്കിൽ ഇന്ന് ഫോട്ടോ എവിടെ എത്തി ബഹുമാനികളെ? ഇന്നും ഈ ഫോട്ടോയിനെ എതിർക്കുന്ന ഉലമാക്കൾ ഈ സമൂഹത്തിലില്ലേ?
ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി അസ്രത്ത് എന്ന് പറയുന്ന പിന്നെ നമ്മുടെ മന്നാനിയ യൂണിവേഴ്സിറ്റിയിലെ ഷെയ്ഖുൽ ഹദീസ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട റഹ്മാനിയ കോളേജിന്റെ ചെയർമാൻ എന്ന് പറയുന്ന കേരളത്തിലെയും തമിഴ്നാട്ടിലെ മുഴുവൻ ആലിമീങ്ങളും ആദരിക്കുന്ന മഹാനാണ് അദ്ദേഹം. എവിടെയെങ്കിലും ക്യാമറയുടെ അനക്കം കണ്ടാൽ ആ ഭാഗത്തേക്ക് എല്ലൂല. MF എടുത്ത കുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ, MF എടുത്ത ഉലമാക്കള് വെല്ലൂർ വാക്യാത്യാസാലിയത്ത് ചെന്നിട്ട് അവിടെ മൊബൈലിനകത്തൊരു ഫോട്ടോ ഒന്ന് എടുത്തു നോക്കിയേ. ഫോട്ടോ മൊബൈൽ അവിടെ തിരിച്ചു കിട്ടുമെന്ന് കാണിച്ചു തരാം. ഇന്നും ഇതിനെ സൂക്ഷിക്കുന്ന ഉലമാക്കളുണ്ടെങ്കിൽ എന്താണ് ഇതിന് കാരണം? ബഹുമാനികളെ ഇവിടെ ശ്രദ്ധിച്ചോ. ഹദീസ് അറിയാം ഉസ്താദന്മാർക്ക്. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി വീട്ടിലേക്ക് കയറി വരികയാണ്. വീട്ടിലേക്ക് വരുന്നത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു തുഹറയാകുന്ന കുടുംബിനി കാണുകയാണ്. കുടുംബനാഥനാകുന്ന റസൂലുള്ള വരികയാണല്ലോ. ഇരിക്കാനുള്ള ഇരിപ്പിടമെല്ലാം ഇങ്ങനെ ശരിയാക്കി. എന്നിട്ട് ഇങ്ങനെ നിവർന്ന് നോക്കുമ്പോ കാണാം ഇങ്ങോട്ട് വന്ന ആള് ഇരട്ടി സ്പീഡിൽ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. ആയിഷ റളിയല്ലാഹു തആല ഓടി റസൂലുള്ളാഹിയുടെ മുമ്പിൽ വട്ടം കേറി നിന്നിട്ട് ചോദിക്കുന്നു, ഇന്നി അതൂബു ഇലല്ലാഹി വഇലാ റസൂലില്ലാഹ് മാദാ അദ്നബതു ബന്നാര നബിയേ, ഞാൻ അല്ലാഹുവോട് തൗബ ചെയ്യുകയാണ്, റസൂലുള്ളാഹിനോട് പൊറുക്കലിനെ തേടുകയാണ്. എന്ത് തെറ്റാണ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? റസൂലുള്ളാഹ് വീട്ടിലേക്ക് വന്ന നബി വീട്ടിൽ കയറാണ്ട് തിരിച്ചു പോകാൻ എന്താണ്? ഞാൻ എന്ത് തെറ്റാ ഇത്? എന്നോട് പൊറുക്കണം. തിരിച്ചു നിന്ന നബി തങ്ങൾ വീട്ടിലേക്ക് ചൂണ്ടി, ആയിഷ ആ വാതയ്ക്ക് ഒരു തുണി തൂങ്ങി കിടപ്പുണ്ടല്ലോ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കർട്ടൻ. അതേ റസൂലുള്ളാഹ്, ആ തുണി നിനക്ക് എവിടെ നിന്ന് കിട്ടിയത്? അത് എനിക്ക് ഇന്ന നിലയ്ക്ക് കിട്ടിയതാണ് റസൂലെ. ആ തുണിയിലെ ഒരു ജീവിയുടെ പടം ഉണ്ടല്ലോ ആയിഷ. അതേ റസൂലുള്ളാഹ്, ആ പടത്തിന് നാളെ മഹ്ശറയിൽ നിനക്ക് എന്നോട് റബ്ബ് ജീവനിടാൻ പറഞ്ഞാൽ ആ പടത്തിന് ജീവനിടാൻ നിനക്ക് കഴിയുമോ ആയിഷ? ആ പടം കണ്ടിട്ടാണ് നബി തങ്ങൾ വീട്ടിലേക്ക് കയറാതെ തിരിച്ചു പോയത്. മറ്റൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലന്നൽ മലായികത്തു ദാറുൻ ഫീഹി സൂറുൻ വലാ കൽബുൻ നബിയുനാ റസൂലുള്ളാഹി. രൂപം പ്രദർശിപ്പിച്ചിരിക്കുന്ന വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾക്ക് പ്രവേശനമില്ല. നാട്ടിലെ പന്നീനെ പോരാഞ്ഞിട്ട് ദുബായിലെ പന്നീനെ കൊണ്ടുവന്നിട്ടാണ് ഷോക്കേസിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. നാട്ടിലെ പന്നി പോരാ. കാശ് മുടക്കിയിട്ട് ജനലിന്റെ ഗ്രില്ലേല് കുറുക്കന്റെ വായിൽ നിന്നും കൊക്ക് ഇങ്ങനെ മുള്ളു കുത്തിയെടുക്കണം. കാശ് കൊടുത്തുണ്ടാക്കിയാണ്. കാശ് കൊടുത്ത് കടിക്കുന്ന വട്ടീനെ ഓടിക്കുന്ന കാരണന്മാർ പറഞ്ഞിട്ടുള്ളൂ. ഇതൊന്നും ഇരിക്കുന്ന വീട്ടിൽ നീ സക്രാത്തിന്റെ വരി വലിച്ചു കിടന്നാൽ റഹ്മത്തിന്റെ മലക്ക വീട്ടിലേക്ക് കേറൂലാന്ന് നബിയുനാ റസൂലുള്ളാഹി. ഫോട്ടോന്റെ ഗൗരവം കണ്ടോ? ഫോട്ടോ മാനുകളെ അപ്പൊ ഞാൻ പറഞ്ഞു എന്താണെന്നറിയോ? ഈ പരിപാടി ഈ മക്കൾ ഇവിടെ സംഘടിപ്പിച്ചെങ്കിൽ കാലഘട്ടം എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാ. ഈ പരിപാടിയുടെ ഗൗരവം മനസ്സിലാക്കാനാ. നിങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഞാൻ പറയാ, ഇസ്ലാമിക സംസ്കാരത്തിന് സമുദായം പുറകോട്ട് പോകും ഘട്ടം ഘട്ടമായിട്ട്. അല്ലാഹ് പറയേണ്ട സ്ഥലത്ത് ലജ്ജ കൊണ്ട് പറയാൻ മടിക്കും. ഞാനിത് എനിക്ക് വിശാലമായി പറയേണ്ട വിഷയം ഇത്. ഇങ്ങനെ ജനങ്ങൾ പുറകോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയേണ്ടടത്തിൽ പറയില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയേണ്ടടത്തിൽ പറയില്ല. കാരണം എന്താ? ഞാനത് പറഞ്ഞാ അവര് കേൾക്കൂലേ, നാണാവും. ഇങ്ങനെ അല്ലാഹനെ സ്മരിക്കുന്നതിൽ നിന്നും ജനങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ എന്ന അവസ്ഥയാണോ സമുദായത്തിന്? ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് സമുദായം എത്തുമ്പോൾ നന്മ ഉപദേശിക്കാനും തിന്മ തടയാനും നിങ്ങൾ തയ്യാറാകണം. സമുദായം നശിച്ചുകൊണ്ടിരിക്കുക. ഈ സന്ദർഭത്തിൽ ഇവിടുത്തെ പള്ളിമിനാരം പൊക്കലല്ല ഇവിടുത്തെ ദീനുള്ളവർക്ക് വേണ്ടത്. ജനത്തിന് നന്മ പറഞ്ഞു കൊടുക്കുക, തിന്മയിൽ നിന്ന് ജനത്തിനെ തടയുക. അതല്ലേ ഈ 3 ദിവസം ഇവിടെ നടക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിന്, ഒരു സംരംഭത്തിന് നിങ്ങൾ ഒരുങ്ങിയില്ലെങ്കിൽ ഇങ്ങോട്ട് കേട്ടെ ലയുസല്ലിതന്നല്ലാഹു അലൈക്കും ശിറാറക്കും വയസൂമൂനക്കും സൂഅൽ അദാബ് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ ധിക്കാരിയായ മനുഷ്യനെ അള്ളാഹു നിങ്ങളുടെ മേൽ ഭരണാധികാരിയാക്കി കൊണ്ടുവരും. എന്നിട്ട് അയാൾ ചെയ്യുന്ന എന്താ? യസൂമൂനക്കും സൂഅൽ അദാബ്. ഒരു മനുഷ്യനും ലോകത്ത് അനുഭവിക്കാത്ത വിധത്തിലുള്ള ദുരിതങ്ങളും വേദനകളും ദുരന്തങ്ങളും ആ ഭരണാധികാരിയിൽ നിന്നും അള്ളാഹു നിങ്ങളെ അനുഭവിപ്പിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി.